സ്നേഹം നിറഞ്ഞവരെ, വളരെ ഗൗരവമായൊരു കാര്യം നിങ്ങളോട് ഇന്ന് രാവിലെ പങ്കുവെക്കട്ടെ. ഒരുപാട് പേരുടെ ജീവിതത്തിൽ അവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയുടെ തുടക്കം ചിലരുടെ സാഹചര്യങ്ങളും അവസ്ഥകളും കേട്ട് മനസ്സിൽ തോന്നിയ ഒരു കനിവ് നിമിത്തം, ഒരു പെട്ടെന്നുണ്ടായ ഒരു സഹാനുഭൂതി നിമിത്തം, മറ്റൊന്നും ചിന്തിക്കാതെ എടുത്തു നൽകിയ ഒരു തുക, ആ ഒരു ദാനത്തിലൂടെ ഒരു പക്ഷേ ജീവിതത്തിലേക്ക് വരുത്തി വെച്ചത് ഒരു വലിയ തകർച്ചയുടെ ആദ്യത്തെ തീപ്പൊരിയായിരുന്നുവെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒന്നോ രണ്ടോ പേരുടെ ജീവിതത്തിലല്ല, ഈ കഴിഞ്ഞ കുറേ കാലമായി ഇത്തരം വിഷയങ്ങളിൽ വളരെ വലയുന്ന നിരവധി പേർ എൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നപരിഹാരം എവിടെ തുടങ്ങണമെന്ന വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സൂചനകൾ നൽകി തരുമ്പോൾ അതിൽ ഇങ്ങനൊരു ഏടും കൂടെ പരിശുദ്ധാത്മാവ് പ്രത്യേകം അടിവരയിട്ട് പലരുടെയും ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും അല്ല, പക്ഷേ ഭൂരിപക്ഷ സാമ്പത്തിക പ്രശ്നങ്ങളുടെയും പുറകിൽ വല്ലാതെ വലഞ്ഞുപോയ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനൊരു അടയാളം ദൈവത്തിൻ്റെ ആത്മാവിനേക്ക് കാണിച്ചു തന്നിരുന്നു. നിങ്ങൾ കടം വാങ്ങിയതിനേക്കാൾ മറ്റൊരാൾക്ക് കടം നൽകിയതിലൂടെയാണ് ഇന്നത്തെ വലിയ വിപത്തുകളിൽ പലതും ആരംഭം കുറിച്ചിരിക്കുന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്നത്തെ പ്രവചനദൂത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവിന്, പുരാതന നാളുകളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു സമാധാനപൂർണവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന ഒരു നല്ല ജീവിതത്തിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. നിശ്ചയമായും ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്നത് നിങ്ങൾക്കൊരു മടങ്ങിവരവിനും ഒരു പുതുക്കം പ്രാപിക്കലിനും അതിലെല്ലാം ഉപരി ജീവിതത്തിൽ ചില നിശ്ചിതമായ തീരുമാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനും ഇത് നിങ്ങളെ കൃത്യമായിട്ട് സഹായിക്കും. എൻ്റെ മുമ്പിൽ നിങ്ങൾ ചെലവഴിക്കുന്ന ഇത്രയും സമയം, തുടർന്ന് കേൾക്കാൻ പോകുന്ന ഈ വീഡിയോയിലെ നിമിഷങ്ങൾ നിങ്ങൾക്കിതൊരിക്കലും വേസ്റ്റ് അല്ല. ലോകത്തിൽ ആരും നിങ്ങളോട് പറയാത്ത വളരെ ശക്തമേറിയ ചില കാര്യങ്ങളാണ് നിങ്ങളോട് പരിശുദ്ധാത്മ നിറവിൽ ഞാൻ പ്രസ്താവിക്കാൻ പോകുന്നത്. സന്തോഷത്തോടെ നിങ്ങളെ ഇന്നത്തെ ദൂതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വലിയവനായ കർത്താവാം യേശു ക്രിസ്തുവിൻ്റെ മഹനീയ നാമത്തിൽ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ദനം. ഞാൻ പാസ്റ്റർ ക്രിസ്റ്റി പി ജോൺ, കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭകളുടെ ക്രിസ്തീയ വന്ദനവും ഇത്തരണത്തിൽ നിങ്ങളെ അറിയിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിലർക്കൊക്കെ പണം നൽകിയ ശേഷം അല്ലെങ്കിൽ കടം നൽകിയ ശേഷം നമ്മൾ നൽകിയ പണത്തേക്കാൾ കൂടുതൽ നമുക്ക് പിന്നീടുണ്ടായത് കടുത്ത മാനസിക അസ്വസ്ഥതയാണ്. പണം പോയതിനേക്കാൾ കൂടുതൽ നമുക്ക് മറ്റെന്തോ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലാണ് ചില സാഹചര്യങ്ങളിലെങ്കിലും നമ്മുടെ ഹൃദയത്തെ തൊട്ടിട്ടുള്ളത്. കൊടുത്ത നാൾ മുതൽ ഇന്ന സമയത്ത് അത് തിരിച്ചു കിട്ടുമെന്ന് അവർ പറഞ്ഞ ആ ഒരു അവധിക്ക് വേണ്ടി നമ്മൾ പോലും അറിയാതെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ശ്രദ്ധയോടെ മറ്റു പല വിലപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രയോജനപ്പെടേണ്ട നമ്മുടെ നല്ല നിമിഷങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് മറ്റു പല കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ വ്യതിചലിച്ച് ഈ ഒരു പ്രത്യേക വിഷയത്തിൽ തന്നെ ഹൃദയം ആണിതറയ്ക്കപ്പെട്ടതുപോലെ തറഞ്ഞു പോകുന്നതിന് ഇത്തരം ഇടപാടുകൾ പലരുടെയും ജീവിതത്തിൽ കാരണമാകുന്നുണ്ട്. അയ്യോ, ഇന്ന സമയത്ത് തരാമെന്നാണല്ലോ പറഞ്ഞത്, തരുമായിരിക്കും, ഇനിയും എന്താ അവരൊന്നും വിളിക്കുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള നൂറുകണക്കിന് ചിന്തകൾ നമ്മൾ ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിനകത്ത് പല വിധത്തിൽ അലയടികളാണ് സൃഷ്ടിക്കുന്നത്. ഉറക്കം പോലും നഷ്ടപ്പെട്ട് സമാധാനം തെല്ലുമില്ലാതെ ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നട്ടം തിരിയുന്ന ഓരോ അവസ്ഥയിൽപ്പെട്ട മനുഷ്യരെ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ പ്രതിദിന കാഴ്ചകൾ എന്ന പോലെ കണ്ടുമുട്ടുന്നുണ്ട്. വളരെ വേദനാപരമാണ് പലരുടെയും ജീവിത സാഹചര്യങ്ങൾ. പലർക്കും ചോദിക്കണോ അതോ മിണ്ടാതിരിക്കണോ, ചോദിച്ചെങ്കിൽ ആ ബന്ധം മുറിഞ്ഞു പോകുമോ, ഇനി അവർ ഏതെങ്കിലും തരത്തിൽ ഒന്ന് പിണങ്ങാനുള്ളൊരു ഊഴം നോക്കിയിരിക്കുകയാണെങ്കിൽ അയ്യോ, പിണക്കം നിമിത്തം പിണങ്ങിയാൽ പിന്നെ തിരിച്ചു കൊടുക്കണ്ടല്ലോ. ഇതാണല്ലോ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു ട്രെൻഡ്. കരഞ്ഞു മേടിക്കുക, പിന്നെ പിണങ്ങി മുഖം കറുപ്പിച്ച് നിൽക്കുക. ഇങ്ങനൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, മേടിക്കാമെങ്കിൽ മേടിച്ചോ, സൗകര്യമില്ല തരാൻ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കൊണ്ട് പലരും തിരിച്ചാക്രമിക്കും. വേറെ ചിലർ ഇല്ല 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 എന്ന് കരഞ്ഞു കാണിക്കും. ഇങ്ങനെയൊക്കെയുള്ളതായ സാഹചര്യങ്ങളോട് കടന്നു പോകുമ്പോൾ ഇല്ലാത്തതിൻ്റെ പേരിൽ കൊടുക്കാനില്ലാതെ പോകുന്ന അവസ്ഥയിൽപ്പെട്ട വളരെ ജെന്യുവനായിട്ടുള്ള വ്യക്തികളെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിരവധിയായ അവസരങ്ങൾ ഉണ്ടായിട്ടും തിരിച്ചു നൽകാൻ മനസ്സ് വെക്കാതെ ഇട്ട് വലയ്ക്കുക എന്നുള്ള ഗൂഢ ലക്ഷ്യത്തോടുകൂടെ പലരും ഇത്തരം കാര്യങ്ങളിൽ പലരെയും അകപ്പെടുത്തിയിട്ടുണ്ട്. അവരെയാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഒരുപക്ഷെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്ന ആളാണെങ്കിൽ ദൈവത്തിലെ പൈതലേ, നീ അല്ല ഇതിലെ വ്യക്തി. നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ദൂത് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്.
നമ്മൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനമായും ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, നമ്മൾ എവിടെ മുതലാണ് ഇത്രയും വലിയ വിപത്തിലേക്ക് വീണുപോയത്, എന്ന് തൊട്ടാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടായത്. ഒരുപക്ഷെ നമ്മൾ വലിയൊരു തുക നൽകിയതായിരിക്കത്തില്ല നമ്മുടെ വിപത്തിൻ്റെ തുടക്കം. നമ്മൾ നൽകിയ ഒരു ചെറിയ തുക, ഒരുപക്ഷെ ഒരു 100 രൂപയായിരിക്കാം, അല്ലെങ്കിൽ ഒരു 500 രൂപയായിരിക്കാം, അല്ലെങ്കിൽ 1000 രൂപയായിരിക്കാം. അങ്ങനെ പോകുന്ന സാധാരണപ്പെട്ട തുകകളായിരിക്കാം വലിയൊരു പ്രശ്നത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് പുറകിൽ എൻ്റെ ഓഫീസിൽ വന്ന് എന്നെ കണ്ട ഒരു കുടുംബത്തിൻ്റെ കേസ് ഫയലിനകത്തൊരു കാര്യമുണ്ട്. അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് പ്രാർത്ഥിക്കവേ കർത്താവിനോടൊരു പേര് പറഞ്ഞു. ഈ പേരുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? 2006 എന്ന് പറയുന്ന വർഷവും കൂടെ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഒരു ഓഗസ്റ്റ് മാസത്തിൻ്റെ ഒരു ദിവസം ഈ വിഷയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും അറിയത്തില്ല. അന്നേരം ഒരു പ്ലാവ് ഒടിഞ്ഞു വീണ് ചക്കയൊക്കെ ചിതറിക്കിടക്കുന്ന കണ്ടു. അന്നേരം അവർ പറഞ്ഞു, ഓർക്കുന്നുണ്ട്, അന്ന് ഒരു മഴ പെയ്ത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു പ്ലാവ് ഒടിഞ്ഞ് താഴെ വീണിരുന്നു പാസ്റ്ററെ, ഇപ്പം ഞങ്ങൾ ഓർക്കുന്നു. ഞാൻ ചോദിച്ചു, അതിൻ്റെ തലേ ദിവസം നിങ്ങൾക്കുണ്ടായ ഇൻസിഡൻറ്റ് എന്താണ്? അന്നേരം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ വീട്ടിൽ വളരെ വേദനയോടുകൂടെ വന്ന ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇവരുടെ അകന്ന ബന്ധുവാണ്. ഈ കുടുംബത്തിൽ വന്ന് ഈ വേദനാപൂർവമായി ഇദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് സഹായിക്കണമെന്നുള്ള ചിന്ത ഈ കുടുംബത്തിനുണ്ടായി. അന്ന് തന്ത്രപ്രധാനമായി കുറച്ച് പണവും ബാക്കി സ്വർണവും വാങ്ങിക്കൊണ്ട് അദ്ദേഹം പടിയിറങ്ങി. സന്ധ്യയ്ക്ക് ആ വീട്ടിൽ നിന്നും കരഞ്ഞു വിളിച്ച് കാര്യങ്ങളെല്ലാം മേടിച്ച് കടിയിറങ്ങിപ്പോയ ആ മനുഷ്യൻ പിന്നീട് ഇവരുടെ ജീവിതത്തിലേക്ക് കുറേ കാലത്തേക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് നിന്നിരുന്നു. പിന്നീട് അത് തിരിച്ചു കൊടുത്തില്ല. ആ മനുഷ്യൻ ഇവരെ സഹായിക്കുന്ന ആ ഒരു ധർമ്മത്തിൽ നിന്നും മാറിയിട്ട് ഇവരോട് കടുത്ത ശത്രുതയിലാവുകയായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഈ പണവും സ്വർണവും വാങ്ങിക്കൊണ്ടു പോയ ആ കൃത്യം സമയം ആയപ്പോൾ പിറ്റേ ദിവസം ഒരു മഴയത്ത് കാറ്റത്തും ഈ വീടിൻ്റെ സമീപത്ത് നിൽക്കുന്ന ഒരു ഫലവൃക്ഷത്തിൻ്റെ ഒരു ശിഖരം ഒടിഞ്ഞ് വീഴുകയും വീടിൻ്റെ കുറേ ഓടുകളും മറ്റുമൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു വല്ലാത്ത അവസ്ഥയ്ക്ക് ഈ കുടുംബം വിധേയരായി. എന്നിട്ട് അവരൊരു കാര്യം പറഞ്ഞു, ദേവദാസനെ ശരിയാണ്, അന്നു മുതലാണ് ഞങ്ങൾ തകരാൻ തുടങ്ങിയത്. നോക്കൂ, ഒരു സഹായം ഒരു വ്യക്തിക്ക് ചെയ്യുന്നത് തെറ്റല്ല. പക്ഷേ ചില സഹായങ്ങൾക്ക് വേണ്ടി നമ്മൾ കൈ തുറക്കുന്നതിന് മുൻപ് നമ്മൾ ദൈവത്തോടൊരു ആലോചന ചോദിക്കുക എന്ന് പറയുന്നത് നിർണായകമായ കാര്യമാണ്. ഇല്ല എങ്കിൽ അത് വലിയൊരു തകർച്ചയിലേക്കായിരിക്കും വിരൽ ചൂണ്ടാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് തുടക്കം കുറിക്കപ്പെടുവാൻ നിങ്ങളുടെ മുമ്പിൽ തന്ത്രപ്രധാനമായി വന്നു നിന്ന് കരഞ്ഞ ഒരാളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയ ഒരാളുണ്ട്. ആ വ്യക്തി ഒരുപക്ഷെ ഒരു വലിയ ധൂർത്തപുത്രനാകാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അകന്നുപോയ ഒരാളായിരിക്കാം. അങ്ങനെയുള്ള ഒരു മാനസാന്തരത്തിന് പുറത്തു നിൽക്കുന്ന ഒരു ധൂർത്തപുത്രനായിരിക്കുന്ന ഒരാൾ. ഈ ധൂർത്തപുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും സ്നാനമേറ്റ് പള്ളിയിൽ പോകുന്നവരെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ ലഭിക്കുന്ന പണം കൊണ്ട് ധാരാളിക്കുന്നവർ, കിട്ടുന്ന പണം കൊണ്ട് പല വിധത്തിലുള്ളതായ അസന്മാർഗിക നടപടികൾക്കും വേണ്ടി വിനിയോഗിക്കുന്നവരെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾ ധനം നൽകുമ്പോൾ അത് വലിയൊരു കുരുക്കിലേക്കാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അങ്ങനെ നൽകിയിട്ടുള്ളതായ തുകകൾ നിമിത്തം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്ന ഒരു നാശത്തിൻ്റെ വ്യൂഹത്തെ നിങ്ങൾ തകർത്ത് കളയണം. വളരെ സ്പഷ്ടമായിട്ട് പറയട്ടെ, നിങ്ങൾ കനിവ് തോന്നി നൽകി പലരുടെയും കഥ കേട്ടപ്പോൾ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാതെ ഹൃദയം കൊണ്ട് പെട്ടെന്ന് തീരുമാനമെടുത്ത് നൽകാം എന്ന നിലയിൽ തീരുമാനമെടുത്തതിനെ തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങളുടെയും പുറകിലുണ്ടായിരുന്ന ആ ഒരു തകർച്ചയുടെ പാറ്റേൺ ഇന്ന് തന്നെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്നും അഴിച്ചു മാറ്റണം. കർത്താവിനോട് പറയണം, യേശുവേ, എൻ്റെ ജീവിതത്തിൽ ആ ഒരു സമയത്ത് അങ്ങയുടെ ഒരു ആലോചന ചോദിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യാതെ കനിവ് തോന്നി നൽകാമെന്ന് ഞാൻ തയ്യാറായതിൻ്റെ പേരിൽ ഇന്ന് ഞാൻ ചുമക്കുന്ന ഈ വല്ലാത്ത പ്രശ്നങ്ങളിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരാൻ അങ്ങ് മതിയായവനാണ്. ഇനി എൻ്റെ ധനം ഞാൻ ദുർവ്യയം ചെയ്യത്തില്ല. അസന്മാർഗികതകളിലേക്ക് പോകുന്ന ഇടങ്ങളിലേക്ക് ഞാൻ എൻ്റെ പണം ഒഴുക്കില്ല. ഇങ്ങനെ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തെന്ന് പ്രാർത്ഥിച്ച് അത്തരം വ്യക്തികളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതായ ഈ ദോഷചക്രത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ബന്ധിപ്പാൻ അത്തരമൊരു പ്രാർത്ഥന, മനസ്സ് തുറന്നുള്ള വ്യക്തമായൊരു പ്രാർത്ഥന നിങ്ങളെ ശക്തമായ രീതിയിൽ സഹായിക്കും. ഇതൊരു പക്ഷേ നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു നിമിഷം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ തയ്യാറായി നിന്നിട്ടും ഇന്ന് വരെയും അടുത്തു വരാത്ത ഒരു പുതിയ സാമ്പത്തിക വഴിയെ തുറക്കുവാൻ, അനേക ഉറവകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറാൻ നിങ്ങളെ ഒരുപക്ഷെ ഈ ഒരു പ്രാർത്ഥന വലിയ തോതിൽ സഹായിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ ഇത് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാട്ടെ. സാമൂഹികമായിട്ട് നോക്കുമ്പോൾ പണം എന്ന് പറയുന്നത് അതൊരു വസ്തുവല്ല, അതൊരു പവറാണ്. ബന്ധങ്ങളെ ഉണ്ടാക്കാൻ കഴിയും. നമ്മൾക്കില്ലാത്ത പലതും നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ, ആകർഷിച്ചു കൊണ്ടുവരാൻ പണം ഒരു പ്രതാപമുള്ള ഒരു പവറായി തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിൽക്കുന്നത്. രണ്ട് സ്നേഹിച്ചിരിക്കുന്ന വ്യക്തികൾക്കിടയിൽ പണം ഒരു കടത്തിൻ്റെ രൂപത്തിൽ കയറി വരാൻ തുടങ്ങുമ്പോൾ കടം നൽകിയ ആളും കടം വാങ്ങിയ ആളും തമ്മിൽ ആ തുകയ്ക്കുടെ ഒരു പരിമിതിക്കകത്തേക്ക് ആ ബന്ധം ഒതുങ്ങി പോവുകയാണ്.
പല ബന്ധങ്ങൾക്കും വിലയിടാൻ പറ്റത്തില്ല. പക്ഷേ കടം എന്ന് പറയുന്ന കാര്യം സൗഹൃദങ്ങളുടെ ഇടയിലേക്ക് കടന്നു കയറി കഴിയുമ്പോൾ, അത് സമയത്തോടകം തിരിച്ചു നൽകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ, ആ പണത്തിൻ്റെ മാത്രം മൂല്യത്തിലേക്ക് പലപ്പോഴും വലിയ ബന്ധങ്ങൾ ഒതുങ്ങിപ്പോകുന്ന ഒരു അപകടമുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്നതിന് മുൻപും വാങ്ങുന്നതിന് മുമ്പും നൽകുന്നതിന് മുൻപും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് എത്രത്തോളം മൂല്യം കൽപ്പിക്കുന്നു എന്നുള്ളത് ചിന്തിക്കണം. ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ സത്യത്തിൽ നമ്മൾ കടം നൽകണോ വേണ്ടായോ, ഇതൊരു ചോദ്യമാണ്. സ്നേഹം നിറഞ്ഞവരെ, ബൈബിൾ ഇതേക്കുറിച്ച് വ്യക്തമായ ചില പരാമർശങ്ങൾ നൽകുന്നുണ്ട്. ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ഒരു മൂല്യമാണ്. എന്നാൽ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ സഹായങ്ങളും തികഞ്ഞ ദൈവിക ബോധ്യത്തോടുകൂടെയും വിവേകത്തോടുകൂടെയും ചെയ്യണമെന്നതാണ്. സദൃശവാക്യങ്ങൾ 22:7 ബൈബിൾ ഇങ്ങനെ പറയുന്നു: കടം വാങ്ങുന്നവൻ കടം നൽകുന്നവന്റെ ദാസനാകുന്നു. സാധാരണ ഈ വചനത്തെ കടം വാങ്ങുന്നവന്റെ അവസ്ഥ മാത്രമായിട്ടാണ് നമ്മളിൽ പലരും കാണുന്നത്. എന്നാൽ ഈ വചനത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. നമ്മൾ ഒരാൾക്ക് കടം നൽകുമ്പോൾ ആ വ്യക്തിയുടെ ഉത്തരവാദിത്വമില്ലായ്മ, വാക്കുവ്യത്യാസം കാണിക്കൽ, കടന്നു കളയൽ, നമ്മളോടുള്ളതായ മുഖം കറുപ്പിച്ചുള്ള പെരുമാറ്റങ്ങൾ, അവരുടെ തീരുമാനങ്ങൾ, വൈകിപ്പുകൾ, ഉത്തരവാദിത്വക്കുറവുകൾ, അതിൻ്റെയൊക്കെ ഭാരം നമ്മളിലേക്കും നമ്മുടെ ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങളിലേക്കും കൂടെ കടന്നു കയറുകയാണ്. അവർ തിരിച്ചു തരാൻ വൈകും തോറും നമ്മുടെ ആശങ്ക വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ വരുമ്പോൾ, നേരിട്ട് കണ്ട് മിണ്ടുമ്പോഴും മിണ്ടാതെ പോകുമ്പോൾ അവരുടെ മൗനം നമ്മുടെ ആശങ്കയെ വർദ്ധിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച തരാം, ഇന്നുപോലെ കാര്യം നടക്കാനുണ്ട്, അത് കഴിയുമ്പോൾ തരാം എന്നിങ്ങനെ അവർ പറയുന്ന ഒഴിവുകഴിവുകൾ നമുക്ക് പിന്നീട് വാഗ്ദാനങ്ങളാണ്. നമ്മൾ അതിൻ്റെ മേൽ പിന്നീട് പ്രതീക്ഷ വെക്കാൻ തുടങ്ങും. നമ്മൾ കൊടുക്കുകയും ചെയ്തു, അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഒപ്പം അവർ പറയുന്ന വാക്കുകൾക്കനുസൃതമായി ഇവിടെ അങ്ങോട്ട് പണം നൽകിയിട്ട് സ്വയം ചലിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ കടം വാങ്ങിയവൻ മാത്രമല്ല, കടം നൽകിയവൻ വലിയൊരു മാനസിക ബന്ധനത്തിലായി പോകുന്നു. ചുരുക്കത്തിൽ ഇതൊരു ബന്ധനം തന്നെയാണ്. ഈ വിഷയത്തെ പല സമയത്ത് ഇതിനോടകം ഞാൻ സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതൊരു ബന്ധനം തന്നെയാണ്. യേശു കടം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു വ്യത്യസ്തമായ തലങ്ങളിൽ വേറെ ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്. പ്രതിഫലം കിട്ടുമെന്ന് കരുതി നിങ്ങൾ ചെയ്യുന്ന ദാനം കൊണ്ട് എന്ത് പ്രയോജനമെന്നുള്ള ഒരു വ്യക്തമായ ചോദ്യം യേശു ചോദിക്കുന്നുണ്ട്. പ്രതിഫലം കിട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട്. അതായത് ഇതൊക്കെ നൽകുമ്പോൾ അടിസ്ഥാനപരമായി മനുഷ്യ മനസ്സിനകത്ത് ഉണ്ടാകേണ്ടത് എനിക്ക് ഇന്ന സമയത്ത് തിരിച്ചു കിട്ടുമെന്നുള്ള നിലയിലല്ല. പകരം അവരുടെ ആ ഒരു പ്രയാസം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാരമാകാത്ത, അവരെ സഹായിക്കാൻ കഴിയുന്നൊരു തുക നിങ്ങൾ അവർക്ക് സമ്മാനമായി തന്നെ നൽകുക. യാതൊരുവിധ പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നിങ്ങൾ നൽകുവാൻ തയ്യാറാകണമെന്നതാണ് അടിസ്ഥാനപരമായി കർത്താവിൻ്റെ വാക്കുകളിൽ ഊന്നി നിന്നുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്. പണം, സഹായം, ഉപകാരങ്ങൾ ഇതെല്ലാം മറ്റൊരു ബന്ധത്തെ നിയന്ത്രിക്കുന്ന ബാധ്യതകളായി മാറരുത്. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ സ്ഥിരമായ കടം സ്നേഹം മാത്രമാണ്. ബാക്കി എല്ലാ കടങ്ങളും ആത്മിക സ്വാതന്ത്ര്യത്തെ കുറുക്കുന്നതാണ്. ഞാൻ നിനക്ക് ഇത് തന്നില്ലേ എന്ന് പറഞ്ഞ് ദൈവം ഒരിക്കലും നമ്മളോട് ചോദിച്ച് നമ്മളെ ഒരു കാര്യത്തിലും സമ്മർദ്ദത്തിലാക്കുന്നില്ല. ദൈവം എന്തെങ്കിലും തന്നാൽ ദൈവം നമ്മളെ സ്വതന്ത്രമായിട്ട് വിടുക തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ പിടിച്ചു വെക്കുന്നില്ല. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും നൽകിയാൽ അതിൻ്റെ പേരിൽ അവരെന്നും നമ്മളോട് കടപ്പെട്ടിരിക്കണമെന്നുള്ളതായ നിർബന്ധങ്ങൾ നമുക്ക് പാടില്ല. നിങ്ങൾക്ക് ഒരാളെ സഹായിക്കണമെന്നുണ്ടോ, മനസ്സ് തുറന്ന് സഹായിക്കൂ, ആത്മാർത്ഥമായിട്ട് സഹായിക്കൂ. പക്ഷേ അതിൻ്റെ പേരിൽ തിരിച്ചിങ്ങോട്ടേക്ക് ഒന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ കടം ചോദിക്കുന്ന ഒരു വ്യക്തിക്ക് കടമായിട്ടല്ല, ആ വ്യക്തിയുടെ ആ ഒരു ആവശ്യത്തിൽ ഒരു സമ്മാനമായിട്ട് തന്നെ തുക നൽകും. അതവർ തിരിച്ചു തന്നാലും തിരിച്ചു തന്നില്ലേലും നിങ്ങളുടെ സാമ്പത്തിക അടിത്തറയ്ക്ക് ഒരു കോട്ടവും ഉണ്ടാകാൻ പാടില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം ഒരുപക്ഷെ നിങ്ങളെ ഞെട്ടിക്കുന്നതായിരിക്കും. കർത്താവിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതര ദുർശക്തികളെ തൻ്റെ കൂടെ കൂട്ടുപിടിച്ച് നിരവധി മനുഷ്യർക്ക് നേരെ ദ്രോഹപരമായ കർമ്മങ്ങൾ ചെയ്തിരുന്ന ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ജീവിതചര്യകളെക്കുറിച്ച് പലതും പറയുന്ന സമയത്ത് ഒരു കാര്യം എന്നോട് പറഞ്ഞു. പലരെയും സാമ്പത്തിക സമ്മർദ്ദത്തിൽ അകപ്പെടുത്തി കളയാൻ പലരും തൻ്റെ അടുക്കൽ വരുമായിരുന്നു. ആ വരുന്ന സമയത്ത് ഇന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന്, നിങ്ങൾ ആരുടെ സാമ്പത്തിക രംഗത്തെ തകർക്കാനാണോ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ കരത്തിൽ നിന്നും 1 രൂപയിലും വാങ്ങിക്കൊണ്ട് വാ എന്ന് പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞയക്കുമായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. ഇങ്ങനെ പറഞ്ഞയക്കുമ്പോൾ അവർ ചോദിക്കും, അങ്ങോട്ടേന്ന് 1 രൂപ തരാമെന്ന് വെച്ചാൽ തരത്തില്ലല്ലോ. അത് കുഴപ്പമില്ല, കരഞ്ഞ് വിളിച്ച് അവരുടെ കയ്യിൽ നിന്ന് നിങ്ങളൊരു കഥയൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് തരാൻ കഴിയുന്നൊരു തുക സങ്കടകരമായിട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വാങ്ങുക, എന്നിട്ട് വരിക. അദ്ദേഹത്തിനോട് പറഞ്ഞത്, അനേകരുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക തകർച്ചകൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ ഇവർ ഇടനിലക്കാർ പലരും ചെന്ന്, അതായത് ഒരാളുടെ സാമ്പത്തിക രംഗത്തെ തകർക്കണമെന്നുള്ള ഗൂഢലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ശത്രുക്കൾ അവരുടെ അടുക്കൽ ചെന്ന്
അനുതാപം പിടിച്ചു പറ്റുന്ന നിലയിൽ, അവരെ വളരെ അനുകമ്പ തോന്നുന്ന നിലയിൽ കരഞ്ഞ് വിളിച്ചൊരു കഥ മെനഞ്ഞ് ആ കഥ കേൾക്കുമ്പോഴേ ഇവർ തീരുമാനമെടുക്കും കൊടുത്ത് സഹായിക്കാം. ഈ വിധത്തിൽ ഒഴിഞ്ഞു പോകാത്ത മനോഭാവത്തോടുകൂടെ കൃത്യമായി മറുഭാഗത്ത് നിന്ന് കരഞ്ഞ് നിലവിളിച്ച് വാങ്ങി തൊട്ടിപ്പുറത്ത് കൊണ്ടുപോയി കൊടുത്ത് അതിലൂടെ തങ്ങൾ ആരെയൊക്കെ തകർക്കാൻ ഉദ്ദേശിച്ചിരുന്നോ അവരുടെയൊക്കെ സാമ്പത്തിക അടിത്തറകളെ ഇളക്കിക്കളഞ്ഞ ഒത്തിരി മനുഷ്യരുടെ ജീവിതാവസ്ഥകളെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞെട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നത്. ഞാൻ അന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറ്റബോധം തോന്നിയില്ലേ നിങ്ങൾക്ക്? അദ്ദേഹം പറഞ്ഞു, ഞാനന്ന് കർത്താവിനെ അറിയുന്ന ഒരാളല്ല. ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ എനിക്ക് എൻ്റെ ഈ ഫീൽഡിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. അന്ന് ഇത്തരം കാര്യങ്ങൾ ഫലിക്കുന്നുവെന്ന് കരുതി കണ്ട് പലരും തൻ്റെ പേര് മറ്റു പലർക്കും സജസ്റ്റ് ചെയ്തു. അങ്ങനെ ആൾക്കാർ ഒഴുകിയെത്തി. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു കോണിൽ വെച്ച് താൻ ദൈവത്താൽ പിടിക്കപ്പെട്ടു. അങ്ങനെയാണ് ഈ രീതിയിലുള്ളതായ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം ഈ വിശ്വാസ മാർഗത്തിലേക്ക് വന്നത്. ഇന്ന് നോർത്ത് ഇന്ത്യയുടെ ഒരു ഭാഗത്ത് അദ്ദേഹം കർത്താവിൻ്റെ വേലയിലാണെന്നാണ് ഞാൻ കേട്ടത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ളതായ പല കരച്ചിൽ നാടകങ്ങളുടെയും പുറകിൽ ശക്തമായി നിങ്ങളെ തകർത്ത് കളയുക എന്ന് പറഞ്ഞ ഗൂഢലക്ഷ്യങ്ങളുമായി കടന്നു വന്ന മനുഷ്യരുടെ ഒരു കറുത്ത ചിന്തയുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കടം നൽകണോ വേണ്ടായോ? ഈ ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ഞാൻ പറയട്ടെ. നിങ്ങൾ പണം സഹായമായി നൽകിക്കൊള്ളൂ, അത് പ്രാർത്ഥിച്ച് തന്നെ നൽകിക്കൊള്ളൂ. പക്ഷേ അത് നൽകുന്നതൊരിക്കലും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു നഷ്ടം വഹിക്കുക എന്ന് പറയുന്ന ചിന്തയിൽ നിന്നാകരുത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ നൽകുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരിക്കലും ഒരു കുഴപ്പം വരാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ തുകയിൽ നിന്നും നിങ്ങൾക്ക് കൊടുത്താലും നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്കൊരു ഉലച്ചിൽ വരാത്ത ഒരു നിശ്ചിത തുക മാത്രമേ നിങ്ങൾ മറ്റൊരാൾക്ക് നൽകാവുള്ളൂ. നിങ്ങൾ സ്വർണമോ നിങ്ങളുടെ പ്രിയപ്പെട്ടതായിട്ടുള്ള എന്തെങ്കിലും നൽകുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടെ കരുതുകയും മനസ്സിലാക്കുകയും വേണം. ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ ശിക്ഷാരീതികളിൽ ജാമ്യ കരാറുകളുമായി ബന്ധപ്പെട്ട് പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണം. വിശുദ്ധ ബൈബിൾ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു, മകനെ, കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കൈകൊണ്ട് വാ പൊത്തിക്കൊള്ളാൻ. ദൈവവചനമായത് പറഞ്ഞത്, എൻ്റെ വാക്കല്ല. അപ്പോൾ പലർക്കും ഒരു ചിന്ത വരും, മനസാക്ഷി ഉണ്ടാകണ്ടേ? ഈ മനസാക്ഷി നമ്മളെ കൂടെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടി നിൽക്കുന്നോ ആ വ്യക്തിക്കും ഉണ്ടാകണം. ഇല്ല എങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയാണിത്. ഇത്രയും കാര്യം തുറന്ന് സംസാരിക്കേണ്ടി വരുന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് ഒന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പുറത്തു വരുന്നില്ല. ഒരുപാട് പേർ ഉപവസിക്കുന്നുണ്ട്, പക്ഷേ ബന്ധനങ്ങൾ അഴിയുന്നില്ല. അതിൻ്റെ കാരണം മനുഷ്യരുമായി നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ധനപരമായ കരാറുകൾ, ആ കരാറുകൾക്കകത്തുള്ളതായ ചില കണിശതകൾ ഇപ്പോഴും അവസാനിക്കാതെ തന്നെയാണ് നിലനിൽക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിൽ, വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു കുറ്റബോധവുമില്ലാതെ, ഒരു ദൈവിക വിചാരവുമില്ലാതെ ഇങ്ങനെ തുടരുന്നൊരു വ്യക്തിയായിരിക്കും. ഇത് നിങ്ങൾക്ക് വിപത്താണ്, ഇത് നിങ്ങൾക്ക് അപകടമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ എൻ്റെ വാക്കുകൾ കേൾക്കുന്നവർ നിശ്ചയമായും ഈ കാര്യങ്ങളിൽ നിന്നും പുറത്തു വരിക. ഇതിനോട് വിമർശനപരമായി ഒരു അഭിപ്രായമുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവരോട് എനിക്കൊരു എളിയ അപേക്ഷയുണ്ട്. ഞാൻ ഈ പറഞ്ഞത് ജീവിതത്തിൽ തകർന്നു പോയ കുറേ മനുഷ്യരെക്കുറിച്ചാണ്, അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ചാണ്. അപ്പോൾ ഒരാൾക്ക് കടം കൊടുത്ത് സഹായിക്കില്ലെന്നല്ലേ ഇയാൾ പറയുന്നത് എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടേ എന്നുണ്ടെങ്കിൽ ഞാൻ കടം നൽകാൻ തയ്യാറാണ്, ആർക്ക് വേണമെങ്കിൽ എന്നെ സമീപിക്കാമെന്ന നിലയിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പരും വിലാസവും ഇതിൻ്റെ താഴെ ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തി നിങ്ങളുടെ വിശാല ഹൃദയം ദയവായി ഒന്ന് വെളിപ്പെടുത്തിയാലും. അല്ലാത്തവർ ദയവായി ഈ കാര്യത്തിനകത്ത് മിണ്ടാതിരിക്കുക. അതിൻ്റെ കാരണം ഇത് ഒരാളെ സഹായിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ പറയുന്നതല്ല. സഹായിക്കണം, 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 ഞാനത് 1000 തവണ പറയും. പക്ഷേ അത് തിരിച്ചെന്തോ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുതെന്നും അതേ തവണ 1000 തവണ ഞാൻ ആവർത്തിക്കുന്നു. മറിച്ച് നിങ്ങൾ ഒരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് എന്നേക്കുമായി അവർക്ക് നൽകിയ ഒരു ദാനമായി തന്നെ കരുതുക. തിരിച്ച് അവരെനിക്ക് തന്നേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ശാഠ്യം ഉണ്ടാകരുത്. നാളെ അവരുടെ വഴിയിൽ നിന്നുകൊണ്ട് അവരെ ദുഃഖിപ്പിക്കുന്നൊരു വാക്ക് നിങ്ങൾക്ക് പറയേണ്ടതായി വരരുത്. നിങ്ങൾ നൽകിയതിൻ്റെ പേരിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയ വ്യക്തിയുമായുള്ള നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ബന്ധത്തിന് നാളെയും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. അവർ ഒരു വേദനയോടുകൂടെ കയ്യിലില്ല കേട്ടോ എന്ന് പറഞ്ഞാലും അത് സാരമില്ല, ഞാൻ ആ സാഹചര്യത്തിൽ നിങ്ങളെ മനഃപൂർവ്വമായി സഹായിച്ചതാണ് എന്ന് പറയാനുള്ളതായ വിശാലത നമ്മുടെ ഭാഗത്ത് നമുക്കുണ്ടാകണം. അത്തരത്തിൽ നമുക്ക് ചെയ്യാവുന്ന സന്തോഷങ്ങൾ, സഹായങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ അപ്പവും അല്ല കൊടുക്കേണ്ടത്. ബ്രേക്ക് യുവർ ബ്രെഡ്, നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയ പീസ് കൊടുക്കുക. അത് അവർക്കൊരു ആശ്വാസമാകുമല്ലോ.
പ്രിയപ്പെട്ടവരെ, ജീവിതം കൃത്യമായും ദൈവം നൽകിയ ദാനമാണ്. അതിന് വ്യക്തതയോടും സ്പഷ്ടതയോടും കൂടെ മുന്നോട്ടേക്ക് കർത്താവിൽ ആശ്രയിച്ച് ബുദ്ധിപൂർവ്വവും വിവേകപൂർവ്വവും നയിക്കുവാൻ ഈ ശുശ്രൂഷയിലെ ഇന്നത്തെ പാഠങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ. എന്തുകൊണ്ട് പ്രവചന ദൂതിൽ ഇത് സംസാരിച്ചു? ഒരുപക്ഷെ കേൾവിക്കാരിൽ പലരും പ്രവചനദൂതും മാത്രം കേൾക്കുന്നവരായിരിക്കും. ചർച്ചിലെ മറ്റ് ലൈവ് ശുശ്രൂഷകളോ മറ്റു കാര്യങ്ങൾക്കോ അധികം ചെവി കൊടുക്കാൻ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നോണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പങ്ക്തിയിലൂടെ ഈ കാര്യം പറഞ്ഞെങ്കിൽ മാത്രമേ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവിനും നവീകരണത്തിനും അത് കാരണമാവുകയുള്ളൂ എന്നുള്ള ബോധ്യത്തെ തുടർന്നാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങളെ ദൈവം ധാരാളമായി ഈ കാര്യത്തിൽ അനുഗ്രഹിക്കട്ടെ. അനേകരെ സഹായിക്കാൻ നിങ്ങളുടെ കൈകളെ ദൈവം ബലപ്പെടുത്തട്ടെ. നീ വായ്പ വാങ്ങരുത്. വായ്പ കൊടുക്കുക വായ്പയായിട്ടല്ല, സഹായമായിട്ട് തന്നെ ചെയ്യുക. തിരികെ വരേണ്ടത് ദൈവസന്നിധിയിലുള്ള അനുഗ്രഹങ്ങളാകട്ടെ. അവരുടെ ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളൊരാളെ സഹായിച്ചു, നാളെ അവരതുമായിട്ട് വന്നാൽ നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ സന്തോഷത്തോടെ ആ കരത്തിലേക്ക് തന്നെ മടക്കി കൊടുത്തുകൊണ്ട് ആ ബന്ധത്തെ ഒന്നുകൂടെ ദൃഢമാക്കാം. നിങ്ങൾക്കിത് തിരിച്ചു തരാൻ പാകത്തിൽ ദൈവം നിങ്ങളെ ഉയർത്തിയല്ലോ. എൻ്റെ കരത്തിൽ നിന്നും വാങ്ങിയതിനാൽ നിങ്ങൾക്ക് അന്ന് നിങ്ങളെ സഹായിച്ചു. അത് വാങ്ങിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നാശങ്ങളോ നഷ്ടങ്ങളോ വീഴ്ചകളോ ഉണ്ടായില്ലല്ലോ. ഒരുപോലെ അനുഗ്രഹിക്കപ്പെടൂ. പകരം നിങ്ങളും ഇതുപോലെ മറ്റു പലരെ സഹായിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്നുകൂടെ ഒരു നന്മയുടെ വലിപ്പത്തെ വലുതാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് കരഞ്ഞും നിലവിളിച്ചും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ മനുഷ്യരുടെ പുറകിലെ ഗൂഢ ഉദ്ദേശം എന്തായിരുന്നു നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആ വ്യക്തികളെ വെച്ച് തന്നെ പ്രാർത്ഥിച്ച് ആ വിഷയത്തിൻ്റെ പുറകിലുള്ള കെട്ടഴിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ധൂർത്തപുത്രന്മാരെന്ന് ഞാൻ ആദ്യം പറഞ്ഞ വ്യക്തികളുടെ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അങ്ങോട്ടേക്ക് പണം നൽകി അവരുടെ അസന്മാർഗികതയെ നിങ്ങൾ പണം നൽകി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ അനുഭവിക്കുന്ന ദുരിതത്തിന് ദൈവത്തോട് ഇന്ന് മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ അനുഗ്രഹം തടയപ്പെട്ട് കിടക്കുന്നിടത്തൊന്നും അതിനെ തുറന്നെടുക്കണം. കടം വാങ്ങുന്നതല്ല, പലപ്പോഴും കൊടുത്തതിൻ്റെ പേരിലാണ് നിങ്ങൾ തകർന്നിട്ടുള്ളത്. ആ കൊടുത്തത് നിമിത്തം നിങ്ങൾ പലയിടത്തിൽ നിന്നും വാങ്ങേണ്ട അവസ്ഥയിലേക്ക് ആയിപ്പോയിട്ടുണ്ടാകാം. ഇതൊരു ട്രാപ്പാണ്. ഇതിൽ നിന്നും പുറത്തു വരണം. കർത്താവേ, ഇന്ന് കേട്ട ഈ വാക്കുകൾ വ്യക്തമായൊരു ദിശാബോധമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത്. ഇത് കേൾക്കുന്ന അങ്ങയുടെ മക്കളിൽ എല്ലാവർക്കും ഒരു തിരിച്ചുവരവിനും ജീവിതത്തെ വിശകലനം ചെയ്യുന്നതിനും ആഴമായ നവീകരണം സൃഷ്ടിക്കുന്നതിനും അത് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ബലമുള്ള കരത്തിൽ ഞാൻ ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹവും ഐശ്വര്യവും അങ്ങയുടെ മക്കളുടെ മേൽ വർദ്ധിക്കട്ടെ. സമൃദ്ധി ഇവർക്കെല്ലാ അർത്ഥത്തിലും എല്ലായിടത്തും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ, എവിടെയാണോ ഇവർക്ക് വീഴ്ച വന്നത്, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നയിക്കണമേ. എവിടെയാണോ വീഴ്ചയുടെ പാത ഓപ്പണായത്, അതിൽ നിന്ന് ഇവരെ കരം പിടിച്ചുയർത്തുന്ന പുതിയ വിശാലതയുടെ പാതാവിലേക്ക് അങ്ങയുടെ മക്കളെ നയിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ധാരാളം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്തുള്ള IMA ഹാളിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ഇത് 2026 ജനുവരി മാസത്തെ അറിയിപ്പാണ്. നമ്മൾക്ക് കോട്ടയത്ത് IMA ഹാളിലാണ്. കോട്ടയത്ത് ബെസേലിയസ് കോളേജിൻ്റെയും DC ബുക്സിൻ്റെയും ലോഗോസ് ജംഗ്ഷൻ്റെയും ഇടയിലായുള്ള ഗുഡ് ഷെപ്പേർഡ് റോഡിലെ IMA ഹാളിലാണ് നമ്മുടെ ശുശ്രൂഷ നടക്കുന്നത്. നിങ്ങൾക്കിത് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് നിർബന്ധമായും ഇത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ജീവിതം എല്ലാ നന്മകളാലും നിറയട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.